ഫ്രണ്ട്സ്, ഗുരുജിയാണ് ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രേഡിംഗ് ഇമോഷൻ ചാനൽ. നമ്മുടെ ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ്. ഇതൊരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, യുണീക്കായിട്ടൊരു ചാർട്ട് പാറ്റേണാണ്, യുണീക്കായിട്ടുള്ള ഒരു ടൂളാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എന്താണ് നിഫ്റ്റി പറയുന്നത് കഥ? നിഫ്റ്റി പറയുന്നത്, ഞാൻ താഴോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം വെച്ചാൽ താഴെ നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കിടപ്പുണ്ട്. ഇതൊരു സപ്പോർട്ടാണ്, ഇവിടെ ഒരു സപ്പോർട്ടാണ്. അങ്ങനെ ഈ ലെവല് 18,620, ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ് കേട്ടോ. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18,620 വരെ എനിക്ക് അടുത്തൊരു എന്താ പറയുക, ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? വളരെ സ്ലോ ആയിട്ടല്ല, വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ നിറച്ച് ഹമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വളരെ സ്ലോ ആയിട്ട് പോകത്തുള്ളൂ. അതുപോലെ ഇവിടെ അടുത്തടുത്ത് നമുക്ക് നിറച്ച് സപ്പോർട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ താഴോട്ട് ഇന്ന് എന്തായാലും എന്താ പറയുക, മാർക്കറ്റ് താഴോട്ട് ഞാൻ നോക്കുന്നില്ല. എവിടെ ഓപ്പൺ ചെയ്താലാണ് താഴോട്ട് നോക്കാത്തത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഈ ഇൻസൈഡ് വാല്യൂ ഏരിയ ആണ് എന്ന് ഉദ്ദേശിച്ചോളൂ. ഈ രണ്ട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ലെവലിലാണ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്ഥലം, ഈ വാല്യൂ ഏരിയയ്ക്ക് താഴെയോ വാല്യൂ ഏരിയയ്ക്ക് അകത്തോ പ്രീവിയസ് ഡേ ലോ, അതായത് വെള്ളിയാഴ്ചയ്ക്ക് ലോവിൻ്റെ ഇവിടെയോ മറ്റോ മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പണിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, 5 മിനിറ്റ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ 15 മിനിറ്റാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് നിറച്ച് സ്റ്റഡീസ് ഉണ്ട്. ഓപ്പൺ, ഔട്ട്സൈഡ് റേഞ്ച്, റിജക്ഷൻ, റിവേഴ്സ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. 5 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിൽ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും പ്ലസ് ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നമുക്കൊരു SL നമുക്ക് പ്ലേസ് ചെയ്യാം. അതാണ് കഥ പറയുന്നത്. നിഫ്റ്റി പറയുന്നത് അതാണ്. ഇതിന് താഴെ SL വെച്ചോളൂ, എന്നിട്ട് മുകളിലോട്ട് പോയിക്കോളൂ. ഇതായിരിക്കണം ആദ്യത്തെ ടാർഗറ്റ്. 18,780 എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കണം ആദ്യത്തെ ടാർഗറ്റ്. കാരണം ഇതൊരു സിംഗിൾ പ്രിൻ്റാണ്, എ പീരീഡിൻ്റെ ഒരു സിംഗിൾ പ്രിൻ്റാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിന് അറിയാം. ഇവിടെ ഒരു 2 ക്ലൂ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാൻ നിഫ്റ്റി പറയുന്നത് എന്നാണ്. ഈ 2 ക്ലൂ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഒന്ന്, ഇവിടെ ഒരു ക്ലൂ കിടപ്പുണ്ട്. 2, നോൺ മൈഗ്രേഷൻ POC എന്ന് പറഞ്ഞൊരു ക്ലൂ കിടപ്പുണ്ട്. മൂന്നാമത്തത് ഫെയിൽഡ് ഓപ്ഷൻ, IB ഫെയിൽഡ് ഓപ്ഷൻ, ഇവിടെ C പീരീഡാണ്. ഓക്കെ, IB ഹൈൻ്റെ FA ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും വലിയൊരു ജേണി തന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവരയ്ക്കുമുള്ള ഒരു ജേണി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഇതിലോട്ടുള്ള ഒരു യാത്ര ഉറപ്പിക്കുന്നു. അതാണ് നിഫ്റ്റി പറയുന്നത് മുകളിലോട്ട്. ഇത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയാൽ, അല്ല മാർക്കറ്റ് ഇതിന് മുകളിൽ തന്നെ ഓപ്പൺ ആയാലോ, അതായത് എബോവ് PPOC, പ്രീവിയസ് ഡേ PPOCക്ക് മുകളിൽ ഇവിടെ എങ്ങാനും മാർക്കറ്റ് ഓപ്പൺ ആയാൽ, എവിടെ ഓപ്പൺ ആയാലും അതേ സെയിം കാറ്റഗറിയാണ്. പക്ഷേ ഇവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഈ 18,780 അവിടെ ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ, നിങ്ങൾ ഏത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വേണമെങ്കിൽ നോക്കാം. റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് എന്ന് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ, അതായത് മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആകുന്നത്, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു CEക്ക് പോവാം. ആദ്യത്തെ ടാർഗറ്റ് നോൺ മൈഗ്രേഷൻ POC, രണ്ടാമത്തെ ടാർഗറ്റ് നമുക്ക് ഈ IB ഫെയിൽഡ് ഓപ്ഷൻ. ഇതാണ് ബാങ്ക് നിഫ്റ്റി പറയുന്ന ഒരു കഥ. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യത്തില്ല. ഗ്യാപ്പ് ഡൗൺ, അതായത് ഫോർ എക്സാമ്പിൾ ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് ഇവിടെ എങ്ങാനും മാർക്കറ്റ് ഓപ്പൺ ആയാൽ, അതായത് ആൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഓപ്പൺ ആയാൽ ഒരിക്കലും ഷോർട്ടിങ്ങിന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ല. അവിടെ നല്ല റിവേഴ്സൽ മുകളിലോട്ട് കിട്ടുമോ എന്നുള്ളത് ഞാൻ നോക്കും. ഇതാണ് നിഫ്റ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ. എന്താണ് ബാങ്ക് നിഫ്റ്റി പറയുന്നത്? ബാങ്ക് നിഫ്റ്റി നല്ല കഥയാണ്. ബാങ്ക് നിഫ്റ്റിയും പറയുന്നത് കാര്യത്തിൽ ബാങ്ക് നിഫ്റ്റി പറയുന്നത് അതേ സെയിം പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയും പറയുന്നത്. കാര്യത്തിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട്, ഓൾറെഡി സപ്പോർട്ട് ഇവിടെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെയും നല്ലൊരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. ഈ ലെവലിലും ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ടുകൾ ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാൽ ഇവിടെ എങ്ങാനും മാർക്കറ്റ് ഓപ്പൺ ആയാൽ ഈ പുവർ ഹൈ മാർക്കറ്റ് ആദ്യം ക്ലിയർ ചെയ്യും.
രണ്ടാമത് നോൺ മൈഗ്രേഷൻ POC ആണ്, ഈ പുവർ ഹൈ ആണ്. അപ്പോൾ നമുക്കൊരു 300 പോയിൻറ്റിൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലോട്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക, മുകളിലോട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ജൂലൈ കോൺട്രാക്റ്റിൽ റോൾ ഓവർ ആവും, ഈ സ്റ്റോക്സ് ഒക്കെ റോൾ ഓവർ ആവും. അപ്പം ഇന്ന് പ്രീ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക, പ്രീ മാർക്കറ്റ് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇതായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ NSE പോവുക. പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു സെക്ടർ, ഇന്ന് ബാങ്ക് സെക്ടറിൽ എല്ലാം ഒരു ഗ്രീൻ പൊസിഷനിലാണ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് ഓൾറെഡി ഒരു 2% അപ്പ് വെള്ളിയാഴ്ച തന്നു കഴിഞ്ഞു. ഇൻഡസിൻഡ് ബാങ്ക്, ICICI ബാങ്ക്, ഇവരൊക്കെ രാവിലെ തന്നെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 നല്ല ഗ്രീനിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് കിട്ടാനായിട്ടാണ് അത് പറയുന്നത്. എങ്കിൽ ഷുവറായിട്ടും മാർക്കറ്റ് ഇവിടെയോ മറ്റോ ഓപ്പൺ ആവുകയും എന്നിട്ട് മുകളിലോട്ട് ഉള്ള യാത്ര ബാങ്ക് നിഫ്റ്റി തുടങ്ങുകയും ചെയ്യും. ബാങ്ക് നിഫ്റ്റിയും അതേ കോൺസെപ്റ്റാണ്, ഷോർട്ട് ചെയ്യാനായിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഓൺലി ഫോർ ലോങ് കിട്ടിയാൽ രാവിലെ തന്നെ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിലും നോക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്യുന്നതിൽ വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.